ചിത്രത്തിൻ്റെ തുടക്കത്തിൽ 1985 രംഗങ്ങളാണ് കാണിക്കുന്നത്. അന്ന് ഒരമ്മ തൻ്റെ 3 മക്കളിൽ ഇളയവനായ ജെഡിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. എന്നാൽ ഈ സമയത്തവർ തൻ്റെ പന്നികളെ മോഷ്ടിച്ചെന്നുള്ള പേരിൽ ഒരു യുവാവിനെയും അവിടെ കെട്ടിയിട്ടിരുന്നു. അവർ വളരെ മൃഗീയമായാണ് ആ യുവാവിനോട് പെരുമാറിയത്. പിന്നീട് ഒരു വുഡ് കട്ടർ മെഷീൻ കൊടുത്തുകൊണ്ട് ജെഡിൻ്റെ അമ്മ അയാളെ കൊലപ്പെടുത്താനായി ജെഡിനെ നിർബന്ധിക്കുകയാണ്. ഇത് കേട്ടതോടെ ജെഡിൻ്റെ 2 സഹോദരന്മാരും സന്തോഷത്താൽ തുള്ളിച്ചാടി. അവർ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും നിസ്സഹായനായി കരഞ്ഞിരുന്ന ആ മനുഷ്യനെ കൊല്ലാൻ ജെഡിനെ മനസ്സ് വന്നില്ല. തൽക്ഷണം തന്നെ സീരിയൽ കില്ലറായിരുന്ന അവൻ്റെ മുത്തശ്ശൻ അയാളെ തലക്കടിച്ച് കൊലപ്പെടുത്തി. പിന്നീട് കാണിക്കുന്നത് അതുവഴി കടന്നു പോകുന്ന ഒരു വാഹനത്തെയാണ്. പെട്ടെന്നാണ് തൊട്ടുമുന്നിലായ ഒരു ജീവിയെ കണ്ട് അവർ തങ്ങളുടെ വാഹനം വെട്ടിച്ചു മാറ്റി നിർത്തുന്നത്. ഉടൻ തന്നെ അതിലുണ്ടായിരുന്ന യുവതി പുറത്തേക്കിറങ്ങി. അപ്പോഴാണത് മാസ്ക് അണിഞ്ഞൊരു കുട്ടിയാണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി സമീപത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാട്ടിലേക്ക് ഓടിമറയുകയാണ്. ഇതുകൊണ്ട് ആ കുട്ടിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് അവളും അവന് പുറകെ അങ്ങോട്ടേക്ക് ഓടി. അവൾ എത്തിച്ചേർന്നിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴഞ്ചൻ ഷെഡിലേക്കായിരുന്നു. അതിൻ്റെ ഉൾവശം ഭീതി ജനിപ്പിക്കുന്നതും നിക്കൂടത്ത് നിറഞ്ഞതുമായിരുന്നു. പൊടുന്നനെ അവൾക്ക് മുന്നിലേക്ക് ആ ഒരു കുട്ടി ചാടി വീണു. അതോടെ പുറകിലേക്ക് നീങ്ങി അവൾ അവിടെ ഉണ്ടായിരുന്നൊരു ചതിക്കുഴിയിലേക്ക് വീണു പോവുകയാണ്. ഈ ഒരു ദൗത്യം വളരെ കൃത്യമായി നിർവഹിച്ച ജെഡിനെ സഹോദരന്മാർ അഭിനന്ദിച്ചു. പിന്നീട് അവർ അവിടെ തൂക്കിയിട്ടിരുന്ന ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ആ യുവതിയുടെ ദേഹത്തേക്കിട്ട് അവളെ മൃഗീയമായി കൊലപ്പെടുത്തുകയാണ്. യുവതിക്കെന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലായതോടെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന യുവാവ് അങ്ങോട്ടേക്ക് പോലീസിനെ വിളിച്ചു വരുത്തി. അവിടേക്ക് എത്തിയിരുന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ തോംസന്റെ മകളായിരുന്നു കൊല്ലപ്പെട്ടിരുന്ന യുവതി. അപ്പോഴാണ് കോപാകുലനായി നിന്നിരുന്ന അയാൾക്ക് മുന്നിലേക്ക് ജെഡിനെ തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവൻ്റെ അമ്മ ഓടിയെത്തുന്നത്. നിങ്ങൾ എൻ്റെ മകളെ കൊലപ്പെടുത്തി, അതിനു പകരമായി നിങ്ങൾ ക്രിമിനൽസായി വളർത്തുന്ന നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട എല്ലാ ചെറിയ കുട്ടികളെയും ഞാൻ കൊണ്ടുപോകുമെന്ന് തോംസൺ ജെഡിൻ്റെ അമ്മയോട് ഭീഷണി മുഴക്കി. അങ്ങനെ അയാൾ അവരുടെ സമുദായത്തിൽപ്പെട്ട ക്രിമിനൽസായ എല്ലാ കുട്ടികളെയും പിടികൂടുവാനായി പോലീസിന് നിർദ്ദേശം കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് 10 വർഷങ്ങൾക്കു ശേഷമുള്ള രംഗങ്ങളാണ്. അന്ന് പിടികൂടിയിരുന്ന ജെഡ് ഉൾപ്പെടെയുള്ള ക്രിമിനൽസായ കുട്ടികളെയെല്ലാം പാർപ്പിച്ചിരുന്നത് ഈ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിലാണ്. അന്നവിടെ ലിസി എന്നു പേരുള്ള പുതിയൊരു നേഴ്സ് ചാർജ് എടുത്തിരുന്നു. ഇവിടെയുള്ള കുട്ടികളെല്ലാം അക്രമകാരികളാണെന്നും അതിനാൽ തന്നെ ഒരുപാട് ശ്രദ്ധിക്കണമെന്നും അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ അവൾക്ക് മുന്നറിയിപ്പ് നൽകി. മാത്രവുമല്ല, ക്രിമിനൽസായ അവരുടെ രക്ഷിതാക്കൾ കുട്ടികളെ തിരിച്ചറിയാതിരിക്കാനായി അവരുടെ പേരുകളെല്ലാം മാറ്റിയിട്ടുണ്ടെന്നും അയാൾ അവളെ അറിയിച്ചു. പിന്നീട് അവൾ ഡ്യൂട്ടിയുടെ ഭാഗമായി ആ കുട്ടികൾക്കരികിലേക്ക് പ്രവേശിച്ചു. അവിടെ വെച്ചവൾ പെട്ടെന്ന് യുവാവിനെ പരിചയപ്പെടുകയാണ്. ബട്ടിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു ജാക്സൺ. ഈ സമയത്താണ് അവിടെ ഐക്ക് എന്നു പേരുള്ളൊരു കുരുത്തം കെട്ടവൻ മറ്റൊരു കുട്ടിയെ ആക്രമിക്കുന്നത് ലിസി കാണാനിടയാവുന്നത്. ഉടൻ തന്നെ അവൾ അങ്ങോട്ടേക്ക് ചെന്നു. അതോടെ ഐക്ക് ലിസിയെ കയ്യിൽ പിടിച്ചു. ഈ ഒരു കാഴ്ച കണ്ടതും ബട്ട് അവളെ അവനിൽ നിന്നും രക്ഷിച്ചു. ഈ നേരത്തെ അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ഗാർഡുകൾ ഇരുവരെയും അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് വാഷ്റൂമിൽ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു പെൺകുട്ടിയുടെ കരച്ചിൽ ലിസി കേൾക്കാനിടയാവുന്നത്. ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് അവൾ കണ്ടത് സാറ എന്ന അക്രമിയായ ഒരു പെൺകുട്ടി മറ്റൊരു കുട്ടിയുടെ വായിലേക്ക് എലിയെ കുത്തിക്കയറ്റുന്ന കാഴ്ചയാണ്. അവളെ കണ്ടതോടെ അതൊരു പാവം എലിയാണെന്ന് പറഞ്ഞുകൊണ്ട് സാറ റൂമിലേക്ക് പോയി. പിന്നീട് ലിസി ജാക്സന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ട ഡോക്ടർ ഇവൻ വളരെ അപകടകാരിയാണെന്ന് ലിസിയെ അറിയിക്കുകയാണ്. എന്നാൽ അല്പസമയത്തിനകം തന്നെ ലിസിയുടെ പക്കലേക്ക് ജാക്സൺ വീണ്ടും എത്തി.
നിങ്ങളെന്നെ പേടിക്കേണ്ട. ഇവിടെ നടക്കുന്നത് കൊടിയ പീഡനങ്ങളാണ്. രാത്രിയിൽ ഡോക്ടറുടെ ചേംബറിലേക്ക് ചെന്നാൽ നിങ്ങൾക്കത് കാണാമെന്ന് ജാക്സൺ ലിസിയോട് പറഞ്ഞു. അന്നു രാത്രിയിൽ ജെട്ടിൻ്റെ അമ്മ അവനെ കാണാനുള്ള ഓർഡറുമായി ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. നിങ്ങളിതുപോലെ എല്ലാ കൊല്ലവും വരാറുള്ളതല്ലേ? ജെട്ടിൻ്റെ പേര് മാറ്റിയിരുന്നു. അതിനാൽ തന്നെ അവൻ ഈ കൂട്ടത്തിൽ ആരാണെന്ന് തനിക്കറിയില്ലെന്ന് ഡോക്ടർ അവളോട് കള്ളം പറഞ്ഞു. കാരണം ദുഷ്ടയായ ആ സ്ത്രീയുടെ കയ്യിൽ ജെട്ടിനെ കിട്ടിയാൽ അത് അപകടമാണെന്ന് ഡോക്ടർക്കറിയാമായിരുന്നു. ഡോക്ടർ മകനെ കാണാൻ സമ്മതിക്കാത്തതിനാൽ ആ സ്ത്രീ രോക്ഷത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എന്നാൽ അവർ ഗാർഡുകളുടെ കണ്ണു വെട്ടിച്ച് ആ ഹോസ്പിറ്റലിനകത്തേക്ക് കടന്നിരുന്നു. പിന്നീട് അവർ അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാരെ എല്ലാം അടിച്ചു വീഴ്ത്തിക്കൊണ്ട് കുട്ടികളുടെ സെല്ലിൻ്റെ ഡോർ തുറക്കുകയും ഉറക്കെ അലറി വിളിക്കുകയും ചെയ്തു. ഈ ഒരു ശബ്ദം കേട്ട് കുട്ടികളെല്ലാം ഉണർന്നു. ഈ ഒരു നേരത്ത് ഡോക്ടറും ഗാർഡുകളും അന്ന് വഴക്കുകൂടിയിരുന്ന ബഡിനും മൈക്കിനും ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകാൻ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ ഈ ഒരു കാഴ്ച ജാക്സന്റെ വാക്ക് കേട്ട് അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ലിസിയും കണ്ടിരുന്നു. പെട്ടെന്നാണ് അവിടെ എന്തൊക്കെയോ ബഹളങ്ങൾ ഏവരും കേൾക്കാനിടയാവുന്നത്. അതോടെ അവരെല്ലാം അങ്ങോട്ടേക്ക് പാഞ്ഞു. കുട്ടികളേവരും സെല്ലിൽ നിന്നും പുറത്തേക്ക് വരുന്നതിൻ്റെ ശബ്ദകോലാഹലമായിരുന്നു അത്. അപ്പോഴേക്കും അകത്ത് കടന്നുകൂടിയിരുന്ന ജെട്ടിൻ്റെ അമ്മയെ ഗാർഡുകൾ പിടികൂടി തിരിച്ചയച്ചിരുന്നു. ഇതേ നേരത്ത് തൻ്റെ വിലങ്ങുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പട്ട് അവിടെ ഉണ്ടായിരുന്ന ഗാർഡുകളെയെല്ലാം കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കാഴ്ച കണ്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഐക്ക് തന്നെ കൂടി രക്ഷിക്കാമോ എന്ന് ബഡിനോട് ചോദിക്കുകയാണ്. അങ്ങനെ അവരിരുവരും ആ റൂമിൽ നിന്നും പുറത്തേക്ക് കടന്നു. ഈ ഒരു സമയത്ത് ക്രിമിനൽസായ കുട്ടികൾ അവിടുത്തെ ഇലക്ട്രിക്കൽ സിസ്റ്റം തകരാറിലാക്കി മുന്നോട്ടേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമിട്ടിരുന്ന ജെട്ടിൻ്റെ അമ്മ അവിടെ നിന്നും തിരികെ പോയിരുന്നു. കാരണം അക്കൂട്ടത്തിൽ ആരാണ് തൻ്റെ മകനായ ജെട്ടെന്ന് അവർക്കും അറിയില്ലായിരുന്നു. ഈ ഒരു വേളയിൽ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫുകളെയെല്ലാം വൃക്കയുമായി ആക്രമിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സംഭവം അറിഞ്ഞ് ഭീതിയോടെ റൂമിലേക്ക് കയറിയ ഡോക്ടർക്കരികിലേക്ക് കോപത്തോടെ ബഡെത്തി. ഡോക്ടർ അവനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഞൊടിയിടയിൽ തന്നെ അവൻ ഡോക്ടറെ വൃക്കയുമായി കൊലപ്പെടുത്തി. ഇതേ സമയം ലിസിയും മറ്റൊരു നഴ്സും കൂടി എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് കടക്കുവാനായി ഓടുകയായിരുന്നു. ഉടനെ അവർക്ക് മുന്നിലേക്കും അക്രമകാരിയായ ഒരു കുട്ടി ചാടി വീണു. അവൻ ലിസിയുടെ കൂടെ ഉണ്ടായിരുന്ന നഴ്സിനെ വൃക്കയുമായി കൊലപ്പെടുത്തി. ഈ ഒരു ഭീതിജനകമായ കാഴ്ച കണ്ട് ലിസി അലറിക്കരഞ്ഞു. അതോടെ അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ജാക്സൺ ആ ആക്രമിയെ കൊലപ്പെടുത്തിക്കൊണ്ട് ലിസിയെ രക്ഷിക്കുകയാണ്. പിന്നീട് അവരിരുവരും ഒരു വിധത്തിൽ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. നിർഭാഗ്യവശാൽ ഇരുവരും ചെന്നുപെട്ടിരുന്നത് ഐക്കിൻ്റെയും സാറയുടെയും മുന്നിലേക്കായിരുന്നു. ഉടൻ തന്നെ ഐക്കും സാറയും കത്തി കാണിച്ചു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ ഇരുവരെയും ആ കാറിൻ്റെ ഡിക്കിയിലടച്ചു. ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഹോസ്പിറ്റലിൽ നിന്നും പോകും വഴി തൻ്റെ ജീവൻ രക്ഷിച്ചിരുന്ന ബഡിനെയും ഐക്ക് കൂടെ കൂട്ടി. ഏറെ ദൂരം മുന്നോട്ട് പോയതിനു ശേഷം അവരേവരും വസ്ത്രങ്ങൾ മാറുകയാണ്. ഇതിനിടെ ഡിക്കി തുറന്നതോടെ അതിലുണ്ടായിരുന്ന ലിസി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. എങ്കിലും ഐക്കും സാറയും ചേർന്ന് വീണ്ടും ഇരുവരെയും കീഴ്പ്പെടുത്തി. ഞങ്ങൾ പോകുന്നത് മെക്സിക്കോയിലേക്കാണ്. അവിടെ എത്തുന്നതുവരെ നിങ്ങളിരുവരും ഞങ്ങളുടെ കൂടെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഐക്ക് അവരെ ഭീഷണിപ്പെടുത്തി. പിന്നീട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ലിസിയും വസ്ത്രങ്ങൾ മാറി. പിറ്റേന്ന് രാവിലെ തന്നെ വിവരങ്ങൾ അറിഞ്ഞ് തോംസണും പോലീസുകാരും ഹോസ്പിറ്റലിലേക്കെത്തി. അവർ മെക്സിക്കോയിലേക്ക് കടക്കാനിടയുണ്ട്. അതിനാൽ തന്നെ റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്യണമെന്ന് അയാൾ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഇതേ നേരം ജെട്ടിൻ്റെ അമ്മ പോലീസുകാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം അവരന്വേഷിക്കുന്ന ജെട്ട് ആരാണെന്ന് തോംസൺ ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് അറിയാമായിരുന്നു. റോഡ് മുഴുവൻ തോംസന്റെ നേതൃത്വത്തിൽ വളരെ കർശനമായ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ അവരേവരും ഇപ്പോൾ സഞ്ചരിക്കുന്നത് വിജനമായ ഒരു പ്രദേശത്തു കൂടിയാണ്. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഭക്ഷണശാല അവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ അവർ അങ്ങോട്ടേക്ക് ചെന്നു. പിന്നീട്
അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ കയ്യിൽ നിന്നും തോക്ക് കൈവശപ്പെടുത്തിയവർ അവിടെ ആക്രമണം അഴിച്ചുവിടുകയാണ്. അവർ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെയെല്ലാം നിഷ്കരണം കൊലപ്പെടുത്തുകയും അവരുടെ കൈവശമുണ്ടായിരുന്ന പണം കൈക്കലാക്കുകയും ചെയ്തു. ഈ ഒരു തക്കതിനെ ലിസി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പുറത്തുണ്ടായിരുന്ന ബട്ട് അവളെ പിടികൂടി. പോകുന്ന സമയത്ത് മർദ്ദനമേറ്റു കിടന്നിരുന്ന ഷോപ്പ് ഓണറായ യുവതിയെയും ഐക്ക് ക്രൂരമായി കൊലപ്പെടുത്തി. പിന്നീട് അവരേവരും അവിടെ നിന്നും രക്ഷപ്പെടുന്ന സമയത്ത് ജീവൻ ബാക്കിയുണ്ടായിരുന്ന ഒരാൾ ബഡിനു നേരെ വെടിയുതിർത്തു. തൊട്ടടുത്ത നിമിഷം തന്നെ അവരേവരും കാറിലേക്ക് കയറി അവിടെ നിന്നും പാഞ്ഞു പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ പോലീസുകാർ അങ്ങോട്ടേക്കെത്തി. അന്നേരം ആ ഷോപ്പ് മുഴുവൻ മൃതശരീരങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നു. അവിടെ മൃതപ്രാണനായി കിടന്നിരുന്ന യുവാവിൽ നിന്നും തോമസൺ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ഇതേ സമയം മോഷ്ടിച്ചിരുന്ന കാറിലെ ഇന്ധനം തീർന്നു പോയതിനാൽ അവരേവരും അവിടെ ഉണ്ടായിരുന്നൊരു കാട്ടിലൂടെ മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നൊരു കണ്ടെയ്നർ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവരേവരും മെല്ലെ മെല്ലെ അങ്ങോട്ടേക്ക് നീങ്ങി. ശത്രുക്കളാരെങ്കിലും അതിനുള്ളിലുണ്ടായിരിക്കുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നതുകൊണ്ട് ലിസിയെ ഭീഷണിപ്പെടുത്തിയവർ അതിനുള്ളിലേക്ക് കയറ്റി. അകത്തേക്ക് കയറിയപ്പോഴാണ് അതിൻ്റെ ഓണർ ആ വാഹനത്തിൽ തന്നെ മരിച്ചു കിടക്കുന്നുണ്ട് എന്നുള്ള വസ്തുത അവർക്ക് മനസ്സിലായത്. പിന്നീട് വെടിയേറ്റിരുന്ന ബട്ടിനെ ലിസിയും ജാക്സണും ചേർന്ന് പരിചരിച്ചു. അന്നു രാത്രിയിൽ എല്ലാവരും ആ കണ്ടെയ്നറിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ആരും കാണാതെ ലിസി അതിൽ നിന്നും ഇറങ്ങിയോടി കൂരാക്കൂരിരുട്ടിലൂടെ മുന്നോട്ടേക്ക് നീങ്ങിയിരുന്നവളെ ഉടനെ പുറകെയുണ്ടായിരുന്ന ഐക്ക് പിടികൂടുകയാണ്. ശേഷം അവൻ ബലമായി അവളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇതുകൊണ്ട് തക്ക സമയത്ത് അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ജാക്സൺ ഐക്കിനെ അടിച്ചു വീഴ്ത്തി. പിന്നീട് ഇരുവരും തമ്മിൽ ശക്തമായ സംഘട്ടനം തന്നെ അരങ്ങേറുകയാണ്. ഇതിനിടയിൽ ലിസിയോടുകൂടി രക്ഷപ്പെടാനായി ജാക്സൺ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ബഹളം കേട്ട് അങ്ങോട്ടേക്ക് എത്തിയിരുന്ന സാറ ജാക്സനെ ഗൺ പോയിന്റിൽ നിർത്തി. അതോടെ കോപാകുലനായ ഐക്ക് ഈ പന്നിയെ കൊണ്ട് ഒരു കാര്യവുമില്ല, ഇവനെയാണ് നോക്കാൻ ഏൽപ്പിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബട്ടിനെ ഒരുപാട് ചീത്ത വിളിച്ചു. നീ അവരെയും കൊണ്ട് കണ്ടെയ്നറിലേക്ക് പോകൂ, ഞാൻ പുറകെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഐക്ക് യൂറിൻ പാസ് ചെയ്യാനായി പോയി. അതോടെ രോക്ഷത്തോടെ നിന്നിരുന്ന ബട്ട് ഒറ്റക്കായി പോയിരുന്ന ഐക്കിനെ പുറകിൽ നിന്നും അടിച്ചു വീഴ്ത്തി. പിന്നീട് ബട്ട് ഐക്കിൻ്റെ മൃതശരീരവും വലിച്ചഴിച്ച് കുറച്ചു ദൂരേക്ക് നടന്നു നീങ്ങി. ശേഷം അവൻ വായിലേക്ക് ഒരു കല്ല് ചവിട്ടി താഴ്ത്തി വളരെ മൃഗീയമായ രീതിയിൽ തന്നെ ഐക്കിനെ കൊലപ്പെടുത്തുകയാണ്. പിറ്റേന്ന് രാവിലെ ഐക്കിനെ കാണാതെ സാറ ജാക്സനു നേരെ തോക്കു ചൂണ്ടി. തങ്ങൾക്കറിയില്ലെന്ന് ജാക്സൺ പറഞ്ഞതോടെ ഐക്കിനെ അന്വേഷിച്ച് അവൾ പുറത്തേക്കിറങ്ങി. ഈ ഒരു തക്കത്തിനെ നമുക്ക് രക്ഷപ്പെടാമെന്ന് ലിസി ജാക്സനോട് പറഞ്ഞെങ്കിലും കൂട്ടുകാരനായ ബഡില്ലാതെ എവിടേക്കുമില്ലെന്നായിരുന്നു ജാക്സന്റെ മറുപടി. പിന്നീട് ബഡിനെ അന്വേഷിച്ചു നടന്നിരുവരും ഐക്കിൻ്റെ മൃതശരീരത്തിൽ തലവെച്ചുറങ്ങുന്ന നിലയിൽ അവനെ കണ്ടെത്തുകയാണ്. പക്ഷേ അപ്പോഴേക്കും ഐക്കിനെ അന്വേഷിച്ചു നടന്നിരുന്ന സാറയെ പോലീസ് പിടികൂടിയിരുന്നു. പിന്നീട് അവളെ ക്രൂരമായി ചോദ്യം ചെയ്തുകൊണ്ട് തോംസൺ നടന്ന സംഭവങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ്. പിന്നീട് അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ തോംസൺ അവളെ വെടിവെച്ച് വീഴ്ത്തി. ഈ ഒരു കാഴ്ച ജാക്സണും കൂട്ടരും ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നീട് പോലീസുകാർ അവളെയും കൊണ്ട് കണ്ടെയ്നറിൻ്റെ പക്കലേക്ക് ചെന്നു. അപ്പോഴാണ് സാറ നീ മരിച്ചുപോയ മകളെ ഓർത്ത് കരയുന്ന ഒരു വിഡ്ഢിയാണെന്നും പറഞ്ഞുകൊണ്ട് തോംസണെ പരിഹസിക്കുന്നത്. ഇത് അയാളെ പ്രകോപിതനാക്കി. തൊട്ടടുത്ത നിമിഷം തന്നെ അയാൾ സാറയെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഈ ഒരു കാഴ്ച കണ്ടതോടെ അവർ തങ്ങളെയും ഇതുപോലെ കൊലപ്പെടുത്തുമെന്നും പറഞ്ഞ് പോലീസിൻ്റെ പക്കലേക്ക് പോകുവാൻ ലിസിയെ ജാക്സൺ അനുവദിച്ചില്ല. ഇതേ നേരം പോലീസ് കണ്ടെയ്നറിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് അതിൻ്റെ ഉൾവശം മൊത്തം പരിശോധിച്ചിരുന്നു. പിന്നീട് പോലീസ് നായ്ക്കളെ ഉപയോഗിച്ച് ആ പ്രദേശം മുഴുവൻ അരിച്ചു പറക്കാൻ തുടങ്ങിയതോടെ അവർ മൂവരും അവിടെ ചത്തുചീഞ്ഞു കിടന്നിരുന്ന ഒരു ഭീമാകാരനായ കാട്ടുജീവിക്കുള്ളിലായി ഒളിച്ചിരുന്നു. പോലീസ് പിൻവാങ്ങിയെന്ന് മനസ്സിലായതോടെ മൂവരും അതിനുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങി. അങ്ങനെ അവർ 3 പേരും അവിടെ നിന്നും മുന്നോട്ടേക്ക് നീങ്ങുന്ന സമയത്താണ് പാലത്തിലൂടെ ഒരു പോലീസ് വാഹനം കടന്നു പോകുന്നത് ലിസി കാണാനിടയാവുന്നത്. അതോടെ അവൾ അലറി വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്കോടി.
പോലീസ് തങ്ങളെ കണ്ടാൽ പ്രശ്നമാകുമെന്നറിയാവുന്നതുകൊണ്ട് മറ്റു 2 പേരും അത് തടയാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ആ പോലീസുകാരൻ മൂവരെയും കാണുകയും ഈ വിവരം തോംസനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതോടെ കോപാകുലനായ ബട്ട് ആ പോലീസുകാരൻ നേരെ പാഞ്ഞെടുത്തു. അവൻ അയാളുടെ ദേഹത്തേക്ക് ചാടി വീണതും അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് ബട്ടിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതും ഒരേ സമയത്തായിരുന്നു. ഈ ഒരു കാഴ്ച ബട്ടിൻ്റെ ആത്മമിത്രമായിരുന്ന ജാക്സനെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതിനാൽ തന്നെ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ജാക്സൺ ആ പോലീസുകാരനെ തല്ലിക്കൊന്നു. പിന്നീട് ഇരുവരും ആ വാഹനത്തിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. നീ കാരണമാണ് എനിക്ക് ബഡിനെ നഷ്ടമായതെന്ന് പറഞ്ഞുകൊണ്ട് ജാക്സൺ ആ വാഹനത്തിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. എന്നാൽ ഈ നേരത്ത് അങ്ങോട്ടേക്ക് എത്തിയിരുന്ന തോംസൺ അവരുടെ തൊട്ടുപുറകിലെത്തിയിരുന്നു. പിന്നീട് അയാൾ അവർക്കു നേരെ വെടിയുതിർക്കാൻ ആരംഭിച്ചു. ആ വെടിയുണ്ട ജാക്സന്റെ കവിളുകൾക്കുള്ളിലൂടെ തുളഞ്ഞു കയറി. അതോടെ ജാക്സന്റെ മുഖം വികൃതമായി. ഇതിനിടെ തോംസന്റെ ഒരു വെടി കൂടി ഏൽക്കാനിടയായതോടെ അവരുടെ കാർ നിയന്ത്രണം വിട്ട് മറയുകയാണ്. ഏറെ സമയത്തിനു ശേഷം ലിസിക്ക് ബോധം വന്നു. അപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. അവൾ ഇക്കാര്യങ്ങളെല്ലാം ആ വാഹനത്തിലെ വയർലെസ് സിസ്റ്റം വഴി മറ്റൊരു പോലീസുകാരനെ അറിയിക്കുകയാണ്. എന്നാൽ പിന്നീട് തോംസൺ ലിസിയെയും ജാക്സനെയും ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന ആ ഒരു ഷെഡിലേക്ക് മാറ്റുകയാണ്. അയാൾ ജാക്സനെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇത് കണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ലിസി അയാളോട് ചോദിച്ചു. അപ്പോഴാണ് അയാൾ നഗ്നമായ സത്യം അവളോട് വെളിപ്പെടുത്തുന്നത്. ജാക്സൺ എന്ന് വിളിക്കപ്പെടുന്ന ഇവൻ തന്നെയാണ് യഥാർത്ഥ ജെട്ട്. തൻ്റെ മകളുടെ കൊലപാതകത്തിന് കാരണക്കാരനായ ജാക്സൺ എന്ന ജെട്ടിനെ കൊലപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അയാൾ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ലിസിയിൽ നിന്നും വിവരങ്ങളെല്ലാം അറിഞ്ഞിരുന്ന ആ പോലീസുകാരൻ ജെട്ടിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അയാൾ ലിസി പറഞ്ഞിരുന്ന വിവരങ്ങളെല്ലാം ജെട്ടിൻ്റെ അമ്മയെ അറിയിക്കുകയും അവരോട് കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു. തൊട്ടടുത്ത നിമിഷം തന്നെ ജെട്ടിൻ്റെ അമ്മയും സഹോദരങ്ങളും ചേർന്ന് അയാളെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് പന്നികൾക്ക് ഭക്ഷണമായി ഇട്ടുകൊടുക്കുകയാണ്. താമസിയാതെ തന്നെ പന്നികൾ അയാളെ ജീവനോടെ ഭക്ഷിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ അയാളിൽ നിന്നും കിട്ടിയ വിവരങ്ങളനുസരിച്ച് ജെട്ടിൻ്റെ അമ്മയും സഹോദരങ്ങളും അവനെ അന്വേഷിച്ച് തോംസന്റെ പക്കലേക്കെത്തി. അവരും ചേർന്ന് തോംസനെ ആക്രമിച്ചുകൊണ്ട് മൂവരെയും വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തിയ ഉടൻ തന്നെ ജെട്ടിൻ്റെ അമ്മ അവൻ്റെ മുറിവുകളെല്ലാം തുന്നിക്കെട്ടിക്കൊണ്ട് കാര്യങ്ങളെല്ലാം അവനെ പറഞ്ഞു ധരിപ്പിച്ചു. എന്നാൽ ഇതേ സമയം അവിടെ തടങ്കലിലായിരുന്ന ലിസി തൻ്റെ കെട്ടുകളെല്ലാം അഴിച്ചുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ടതോടെ തന്നെ കൂടി രക്ഷിക്കുമോ എന്ന് കൂടെയുണ്ടായിരുന്ന തോംസൺ അവളോട് അപേക്ഷിച്ചു. അങ്ങനെ നിഗൂഢമായ വീട്ടിൽ നിന്നും ഇരുവരും ഒരുമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പുറത്തേക്കിറങ്ങിയ ഇരുവരെയും ജെട്ടിൻ്റെ അമ്മയും സഹോദരങ്ങളും ചേർന്ന് പിടികൂടുകയാണ്. പിന്നീട് അവർ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്നതുപോലെ ആയുധം കൊടുത്ത് തോംസനെ കൊല്ലുവാനായി ജെട്ടിനെ നിർബന്ധിക്കുകയാണ്. അതോടെ അവൻ തൻ്റെ ആയുധവും കയ്യിലേന്തി യാതൊരു ദാക്ഷിണ്യവും കൂടാതെ തോംസനെ മൃഗീയമായി കൊലപ്പെടുത്തി. ഈ ഒരു ഭീതിജനകമായ കാഴ്ച കണ്ട് ലിസി അവിടെ നിന്നും കുതിറി ഓടുകയാണ്. അതോടെ അവളെ പിടികൂടാനായി ജെട്ടും അമ്മയും സഹോദരങ്ങളും പിന്നാലെ ആ കാട്ടിലേക്ക് പാഞ്ഞു. എന്നാൽ അല്പസമയത്തിനകം തന്നെ ഭയന്ന് വറച്ചുകൊണ്ട് ആ കാട്ടിലൂടെ ഓടിയിരുന്നവളെ ജെട്ട് കണ്ടെത്തുകയാണ്. എന്നാൽ തിരിഞ്ഞോടുന്നതിനിടെ നിർഭാഗ്യവശാൽ അവളുടെ കാൽ ഒരു ബിയർ ട്രാപ്പറിൽ കുടുങ്ങാനിടയായി. അടുത്തെത്തിയ ജെട്ടിനോട് നീ ഒരു നല്ല മനുഷ്യനാണെന്നും അമ്മയുടെ വാക്കുകൾ കേൾക്കരുതെന്നും കരഞ്ഞുകൊണ്ട് ലിസി പറയുകയാണ്. ഇത് കേട്ട് ഒരു നിമിഷം അവൻ സ്പത്തനായി നിന്നെങ്കിലും പൊടുന്നനെ അവൻ അവളുടെ ശിരസ് അറുത്തുമാറ്റി. കാരണം അവനും ഇപ്പോൾ അവരുടെ കൂട്ടത്തിലെ ഒരാളായി മാറിയിരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ തെളിവ് നശിപ്പിക്കാനായി ജെട്ടിൻ്റെ അമ്മ ഇരുവരുടെയും വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് തീയിട്ടു. ഇതേ നേരമാവട്ടെ ജെട്ടിൻ്റെ സഹോദരങ്ങൾ ലിസിയുടെയും തോമസിൻ്റെയും ഇറച്ചി പന്നികൾക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ജെട്ട് ഏകാന്തനായിരുന്നു. ലിസിയുടെ മുഖം ഉപയോഗിച്ച് ഒരു മാസ്ക് തുന്നിയുണ്ടാക്കുകയാണ്. അങ്ങനെയാണ് ജെട്ട് ആളുകളെ കിടുകിട വിറപ്പിക്കുന്ന ലെതർ ഫേസ് എന്ന
ക്രൂരനായ സൈക്കോയായി മാറുന്നത്. പിന്നീട് അവൻ തുന്നിച്ചേർത്ത മാസ്ക് തൻ്റെ മുഖത്ത് അണിയുകയാണ്. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു.